ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നല്ലോ, എറണാകുളത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മൂന്നാറിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ നോർമലി ഞാൻ പറഞ്ഞില്ലേ, ട്രെയിനിലാണ് ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോകാറുള്ളത്. ഇത്തവണ കാറും എടുത്ത് പോകാൻ കാരണം അവിടുന്ന് ചെക്കപ്പ് കഴിഞ്ഞിട്ട് നേരെ മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 11 വർഷമാവറേ. ഇതിനിടയിൽ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് നമ്മൾ എവിടെയും പോയിട്ടില്ല. ഇവിടുന്ന് ശാസ്താംകോട്ടയിൽ നിന്ന് വടകരയുള്ള എൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ വടകര നിൽക്കുന്ന സമയത്ത് എറണാകുളത്തേക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വരാറുണ്ട്. അതുപോലെ തന്നെ ശാസ്താംകോട്ടയിൽ നിന്നും എറണാകുളത്തെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകാറുണ്ട്. പിന്നെ ഏട്ടൻ്റെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട് തിരുവനന്തപുരത്ത് കാരേറ്റ്, പുനലൂർ, പിന്നെ അതുപോലെ തന്നെ ഓയൂർ, കൊല്ലം, ഇവിടെയൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോകാറുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനൊരു യാത്ര നമ്മൾ എവിടെയും പോയിട്ടില്ല. പിന്നെ ആണെങ്കിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ദൂരെ യാത്രകളൊന്നും ചെയ്യുന്നത്. അടുത്തൊക്കെ പോകുന്നതൊക്കെ ഇഷ്ടമാണ്, അടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലും അതുപോലെ ഉത്സവത്തിന് അമ്പലത്തിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാൻ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ദൂരെ ഇങ്ങനെ പോകാനൊന്നും വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ളൊരു യാത്ര പോകുന്ന കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല, പ്ലാൻ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്തവണ ഏട്ടൻ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഏട്ടൻ്റെ ആഗ്രഹമാണ് ഇങ്ങനെ യാത്ര പോകുന്നുള്ളത്. അപ്പോൾ വരുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാറിലേക്ക് പോകുന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ റോഹനും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പോകാനൊക്കെ. അങ്ങനെയാണ് പിന്നെ എറണാകുളത്ത് ചെക്കപ്പും കഴിഞ്ഞിട്ട് നേരെ മൂന്നാറിലേക്ക് പോകുന്നുള്ള കാര്യം പ്ലാൻ ചെയ്തത്. ഇത്തവണ ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ പോകുമ്പോൾ തന്നെ എനിക്ക് നല്ല പെയിൻ ആയിരുന്നേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നോർമലി ഞാൻ ഫിസിയോതെറാപ്പി ചെയ്യാറില്ല, ചെയ്യുമ്പോൾ എനിക്ക് നല്ല പെയിൻ ആയിരിക്കും, പെയിൻ കൂടുക ചെയ്യുക. അപ്പോൾ ഇത്തവണയാണെങ്കിൽ ഇനി എങ്ങാനും കുറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഞാൻ ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. പെയിൻ ആണെങ്കിൽ ഇരട്ടിക്കുകയാണ് ചെയ്ത്. നോർമലി എനിക്ക് യാത്ര പോകുന്നത് ഇഷ്ടമില്ല, അതിൻ്റെ കൂടെ തന്നെ നല്ല പെയിനും കൂടി ആയപ്പോഴത്തേക്ക് പോകാനേ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണെങ്കിൽ പോകുന്ന വഴിക്ക് ഫുൾ ഒരു ഇരുട്ട് പിടിച്ച പോലെ ആയിട്ട് ഇങ്ങനെ ഒരു മഴക്കാർ പോലെ ആയിട്ട് ഒരു മൂടിക്കെട്ടിയൊരവസ്ഥ. പിന്നെ പോരായിട്ട് ഇങ്ങനെ ഒരു ചുറ്റിലും റോഡിൻ്റെ സൈഡിലെല്ലാം ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ കാടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് സൈഡിലൊക്കെ ആയിട്ട് ആ സമയത്ത് ആക്സിഡൻറ്റ് പറ്റിയ വണ്ടികളും അതുപോലെ മാസങ്ങൾക്ക് മുന്നേ ആക്സിഡൻറ്റ് പറ്റിയ വണ്ടികളൊക്കെ നിർത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതും കൂടെ കണ്ടപ്പോഴത്തേക്ക് യാത്ര പോകാനുള്ള മൂടേ ഇല്ല. പേടിച്ചിട്ടാണെങ്കിൽ ഇവിടെ കൊല്ലാനെങ്ങനെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഞാൻ മുന്നേട്ട തിരിച്ചു പോകാൻ എനിക്ക് ഭയങ്കര പേടി. അങ്ങനെ ഞാൻ സ്വതവേ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി ചില്ലായിട്ടായിരിക്കും ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് ഏട്ടനെ കൂടെ വെറുപ്പിച്ചിട്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ഏട്ടനും തിരിച്ചു പോയാലോ എന്നുള്ളൊരു അവസ്ഥയായി. അപ്പോൾ പിന്നെ റോഹനെ വിചാരിച്ചുകൊണ്ട് മാത്രം എന്തായാലും വേണ്ട, എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് പോയി. അങ്ങനെ ഇതാ റിസോർട്ടിലെത്തി കേട്ടോ. മൂന്നാറിലേക്ക് എത്തുന്നതിന് മുന്നെയാണ് ഈ റിസോർട്ട് വരുന്നത്. അവിടെ ആണെങ്കിൽ ആ സമയത്തും ഞാൻ ഓക്കെ അല്ലായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഒരു സന്ധ്യ സമയത്താണ് എത്തിയത്. പിന്നെ ഈ ഒരു അന്തരീക്ഷം ഒന്നും എന്നെ ഓക്കെ ആക്കുന്നേ ഇല്ലായിരുന്നു. അവിടെ ആണെങ്കിൽ ഇങ്ങനെ ബാക്കിലൊക്കെ ഇങ്ങനെ പാറക്കെട്ടുകളും ഇതൊക്കെ ഉണ്ട്. അവിടെ റിസപ്ഷൻ ആണെങ്കിൽ ഉണ്ടാക്കിയത് പാറയൊന്നും ഇടിച്ചൊന്നും കളയാണ്ട് തന്നെ അതൊക്കെ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു അവിടുത്തെ റിസപ്ഷനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച ആദ്യം ഇവിടെ തന്നെയായിരിക്കും റൂം എന്ന് കേട്ടോ. അപ്പം ഇവിടെ അല്ലായിരുന്നു റൂം. ഇവിടുന്ന് കുറച്ച് മേലോട്ടേക്ക് നടന്ന് പോയിട്ട് വേണം റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ റൂം റേറ്റ് ആണെങ്കിൽ 2500 ആണ് അവിടുത്തെ റെൻറ്റ്. പിന്നെ ആണെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ആണെങ്കിൽ ഈ റിസപ്ഷൻ്റെ സൈഡിലൂടെ വേണം റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കയറി പോകണം. പോകുന്നതിനനുസരിച്ചിട്ട് ഓരോ ഭാഗത്തും ഇങ്ങനെ ഓരോരോ റൂമുകളുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലെ നല്ല ഭംഗിയായിരുന്നു നല്ല കാണാൻ കേട്ടോ. ഇനി ബാക്കി റൂമിലെത്തിയിട്ട് പറയാം.
അങ്ങനെ ഇതാ റൂമിലെത്തി കേട്ടോ. റൂമാണെങ്കിൽ പുറത്ത് നോക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള റൂമാണ്, ഉള്ളിലാണെങ്കിൽ നല്ല ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. പിന്നെ ബാത്റൂമൊക്കെ നല്ല ക്ലീനാണ്. പിന്നെ ഒരു ഷെൽഫുണ്ട്, അതിൽ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ നോക്കിയായി കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇവിടെ റൂം എടുത്തത് സ്വിമ്മിംഗ് പൂൾ ഉള്ളതുകൊണ്ടാണല്ലോ. പിന്നെ ഞാനൊന്ന് ഫ്രഷായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. അവിടുന്ന് വലിയ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ റൂം എടുക്കുന്ന സമയത്താണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് വേണം അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുഡിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ഒരു പൊറോട്ട തന്നെ നമ്മൾ അവിടുന്ന് മെനു റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു പൊറോട്ട തന്നെ 40 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഫുഡ് ഐറ്റംസിനൊക്കെ നല്ല റേറ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വേണം പോകാൻ. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഓർഡർ ചെയ്തില്ല, പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ വിളിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ റെഡിയായി. ഞങ്ങളിനി സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ്. അങ്ങനെ ഇതാ രാവിലെ ചായ അവർ റൂമിലേക്ക് കൊണ്ടു തന്നു. പിന്നെ അവിടെ റൂമിൽ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ. രാത്രിയിൽ പിന്നെ ഏതോ ഒരു സമയത്താണ് നല്ല തണുപ്പ് വന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല തണുപ്പായിരുന്നു. റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആണെങ്കിൽ അടിപൊളി. മനസ്സിനൊക്കെ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന അവസ്ഥയാണ്. ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്തുള്ള എൻ്റെ മൈൻഡേ അല്ല കേട്ടോ, ഇതൊക്കെ കണ്ടപ്പോൾ മൊത്തത്തിലേ അങ്ങ് മാറി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ആണെങ്കിൽ ഒന്ന് ഫ്രഷ് ആവുകയൊക്കെ ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ 2500 തന്നെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഫ്രഷ് ആവുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം കാണിച്ചു തരാം. ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്കാണെങ്കിൽ 2 സൈഡിലും എന്ത് ഭംഗിയുള്ള കാഴ്ചകളാണെന്നറിയോ. അവിടെ മൊത്തം ചുറ്റിക്കറങ്ങി കാണാൻ മാത്രമുണ്ട്, നല്ല ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങൾ. അപ്പോൾ പോകുന്ന വഴിയാണ് ഇത്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ. മനസ്സിന് എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. അങ്ങോട്ടേക്ക് ഇങ്ങനെ ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചുറ്റി ചുമ്മാ കറങ്ങാൻ തന്നെ എന്തോ ഒരു പ്രത്യേക ഒരു ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ കഴിക്കാൻ എത്തി കേട്ടോ.
ഇതാ കഴിക്കാനിരുന്നു കേട്ടോ. രാവിലെ കഴിക്കാനാണെങ്കിൽ ഇഡലി, ചട്നിക്കറി, മസാലക്കറി, പിന്നെ ദോശ ഉണ്ടായിരുന്നു, പിന്നെ പൂരി, പിന്നെ ഓംലേറ്റ്, പിന്നെ ചായയും, പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റ് പൈനാപ്പിൾ ജ്യൂസ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ കഴിക്കാൻ അവരിങ്ങനെ കൊണ്ടു തന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഞങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ. ഒന്ന് കഴിയുമ്പോൾ അടുത്ത കൊണ്ടുത്തരുന്നുണ്ട്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുതരുമോ. പിന്നെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ പറയാതിരിക്കാൻ വയ്യ, അമ്മാതിരി ടേസ്റ്റ്. ഇപ്പോഴും കഴിച്ച ഓംലേറ്റിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായിലുണ്ട്, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളാണെങ്കിൽ ഒരുപാട് ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് പിന്നെ ആണെങ്കിൽ അവിടുന്ന് ഓംലേറ്റ് റൂമിലേക്ക് കൊണ്ടുപോയത് കേട്ടോ. പിന്നെ അവിടുന്ന് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ജെറിക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുപോയതാണ്. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി കേട്ടോ. ഇതാ നടന്ന് പൂളിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ പോയപ്പോൾ ആണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രം, അതേപോലെ തന്നെ പൂളിൻ്റെ അടുത്ത് പോയപ്പോഴും അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ജെറിക്കാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കളിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറിയില്ല. ഈ വെള്ളമാണെങ്കിൽ തണുത്ത് മരവിച്ച് പോകുന്ന രീതിയിലുള്ള തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ജെറിയാണെങ്കിൽ ഇറക്കിയപ്പോൾ പിന്നെ മേലത്തേക്ക് ആയിരുന്നില്ല, തണുത്ത് ഇങ്ങനെ വിറക്കുമായിരുന്നു. ചുണ്ടിൻ്റെ കളറ് മാറിപ്പോയി മൊത്തത്തിൽ. എന്നിട്ട് പോലും മേലത്തേക്ക് ആയിരുന്നില്ല, അതിന് ഫുൾ കളിയായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അവനും. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടെ വേറെ ആൾക്കാർ വന്നപ്പോഴാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത് കേട്ടോ. ജെറീനെ വെള്ളത്തിൽ നിന്ന് മേലത്തേക്ക് കയറ്റാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഓക്കെ ആയി, പിന്നെ നേരെ റൂമിലേക്ക് പോയി.
ആൾക്കാർ വന്നപ്പോഴാട്ടോ ഞങ്ങൾ റൂമിലേക്ക് പോയേ. അവിടെയാണെങ്കിൽ ജെറി ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഉണ്ടായിരുന്നില്ല, തണുത്ത് മരവിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ താടിയെല്ലാം ഇങ്ങനെ ഇടിക്കുമായിരുന്നു കേട്ടോ, വിറച്ചിട്ട്. പിന്നെ ചുണ്ടിൻ്റെ കളറെല്ലാം മാറി. അവിടെ വന്നിരുന്നൊരു ഇക്ക അത് പറഞ്ഞിങ്ങനെ ചിരിക്കുമായിരുന്നു കേട്ടോ. താടി ഇങ്ങനെ വിറച്ചിങ്ങനെ ചുണ്ടിൻ്റെ കളറ് മാറിയിട്ടോലും അവ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. അങ്ങനെ തന്നെ ആയിക്കാണെങ്കിൽ സൺഗ്ലാസ് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ജെറീൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു വെച്ചിട്ട്, അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ പതുക്കെ അവനെ വെള്ളത്തിൽ നിന്ന് കയറ്റി. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ റൂമിലേക്ക് പോയിട്ട് കുളിച്ച് റെഡിയായിട്ട് ജെറീനെ ഉറക്കി കിടത്തിയിട്ട് ഞാനും ഏട്ടനും കൂടി റൂമിൻ്റെ പുറത്തേക്ക് വന്നതാട്ടോ. റീൽസിലും അതുപോലെ തന്നെ ഷോർട്സിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, ഡാൻസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ ഞാൻ ഷോർട്സിലും റീൽസിലും ഒക്കെ ഇട്ടിട്ടുണ്ട്, കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ കേട്ടോ. പിന്നെ അങ്ങനെ തിരിച്ച് ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് റൂമിലേക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജെറി എഴുന്നേറ്റത്. പിന്നെ ഞങ്ങളെല്ലാവരും റൂമിലേക്ക് പോയിട്ട് ജെറിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഞങ്ങളെല്ലാവരും ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ റിസോർട്ടിൻ്റെ റിസപ്ഷനിൽ പോയിട്ട് അവിടെ നിന്നും വീഡിയോ എടുത്തു. അതുപോലെ റിസോർട്ട് മൊത്തം ചുറ്റിക്കറങ്ങി അവിടെയൊക്കെ പോയിട്ട് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കൂ. ഇതൊക്കെ ഞാൻ റീൽസിലും ഷോർട്സിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ.
റിസോർട്ട് മൊത്തം ചുറ്റിക്കറങ്ങി ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ആണെങ്കിൽ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. പിന്നെ കാണാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ അവിടെ നിന്നാണെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഉച്ച കഴിഞ്ഞായിരുന്നു വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ. രാവിലെ ആണെങ്കിൽ നല്ല ഹെവി ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ ആർക്കും വിശപ്പില്ലായിരുന്നു. റോഹനും ജെറിക്കും ഓംലേറ്റ് റൂമിലേക്ക് കൊണ്ടുവന്നിരുന്നല്ലോ, അവരത് കഴിച്ചു. പിന്നെ അവിടെ റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ ഞങ്ങൾ റിസോർട്ടിൽ മാത്രമാണല്ലോ ഇപ്പോൾ ചുറ്റിക്കറങ്ങി കണ്ടത്. മൂന്നാറിലേക്ക് ഞങ്ങൾ പോയില്ലല്ലോ. മൂന്നാറിൻ്റെ തൊട്ട് മുന്നേ ആയിരുന്നു റൂം എടുത്തത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മൂന്നാറിലെല്ലാം ചുറ്റിക്കറങ്ങിയിട്ട്, മൂന്നാറിൽ ഇനിയും ഒരുപാട് സ്ഥലം കാണാനുണ്ടല്ലോ, അവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് അന്ന് രാത്രി തന്നെ തിരിച്ചിങ്ങ് വീട്ടിലേക്ക് പോരാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് കേട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് നേരെ മൂന്നാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനും ഷോക്കാവുന്നൊരു കാര്യം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നുള്ളത് അവിടെ ചെന്നിട്ട് പറയാം. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. എന്നിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് കേട്ടോ. ഇവിടെ റിസോർട്ടിൽ വന്ന ദിവസം ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ഫുഡിനെല്ലാം നല്ല റേറ്റ് ആയതുകൊണ്ട് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടായിരുന്നു ഫുഡ് വരുത്തിയത്. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു ഫുഡ് വരുത്തിയത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡ് രാവിലെ വെച്ച ഫുഡായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് കഴിക്കാണ്ട് ഞങ്ങൾ പിന്നെ നേരെ വേറൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. ഞാനും ജെറിയും കൂടെ ചിക്കൻ ബിരിയാണി, പിന്നെ ഏട്ടനും റോഹനും അൽഫാമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണെങ്കിൽ റോഡ് സൈഡിൽ തന്നെ നല്ല വ്യൂ പോയിൻ്റ് ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ കുറേ കുരങ്ങന്മാർ വന്നിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കാനും സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വരുന്ന ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ അതിന് ഫുഡും കൊടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ അതിലാണെങ്കിൽ ഒരു അമ്മ കുരങ്ങുണ്ടായിരുന്നേ. അത് ഇങ്ങനെ അതിൻ്റെ കുട്ടീനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആരെങ്കിലും അതിനെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുമോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്തോ വിഷമം തോന്നി. നമ്മളെങ്ങനെയാണോ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നത് അതേപോലെ തന്നെ കേട്ടോ.
അങ്ങനെ ഞങ്ങൾ മൂന്നാറിലെ തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴാണ് തേയിലത്തോട്ടം കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ആണെങ്കിൽ ഇവിടെ വരുന്നത് വരെ നല്ല ചൂടായിരുന്നു. ഇവിടെ എത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല തണുപ്പായി. പിന്നെ അവിടെ നിന്ന് ചായയെല്ലാം കുടിച്ച് കുറച്ച് നേരം അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇവിടുന്ന് പോകുന്ന സമയത്താണെങ്കിൽ കാറിൽ പൂക്കാലം വന്നു എന്നുള്ള സോങ്ങാണ് പ്ലേ ചെയ്തത്. നല്ല അടിപൊളി ഫീലായിരുന്നു കേൾക്കാൻ. ഇപ്പോൾ ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. നല്ല ഫീലായിരുന്നു, അതും കേട്ടോണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ. പിന്നെ ആണെങ്കിൽ അവിടുന്ന് മുന്നോട്ട് പോയി. പിന്നെ രാത്രിയായപ്പോഴത്തേക്ക് നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ജെറീൻ്റെ കാലിനിടാൻ വേണ്ടിയിട്ട് സോക്സ് എടുക്കാൻ റോഹൻ്റെ കയ്യിലായിരുന്നു എൻ്റെ ഹാൻഡ് ബാഗ് വെച്ചിരുന്നത്. അങ്ങനെ റോഹൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഹാൻഡ് ബാഗ് എടുത്തു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക്, ബാഗിൽ നിന്ന് സോക്സ് എടുക്കാൻ ഹാൻഡ് ബാഗ് എടുത്തു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് റോഹൻ പറഞ്ഞു, അമ്മ ബാഗ് ബാക്കിലില്ല, അമ്മേൻ്റെ കയ്യിലായിരിക്കും ഉള്ളതെന്ന് പറഞ്ഞു. ഞാനപ്പോഴത്തേക്കും അങ്ങ് ഷോക്കായി. ഏട്ടൻ അപ്പോഴേ വണ്ടി നിർത്തി. എന്താ വെച്ചാൽ ഫ്രണ്ടിൽ ബാഗില്ല. എനിക്കപ്പോൾ തന്നെ പക്ഷേ പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്ന സമയത്താണെങ്കിൽ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ റോഹൻ്റെ മടിയിൽ വെച്ചായിരുന്നു അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ടേബിളിൽ വെക്കാൻ പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ ആ ബാഗ് എടുക്കാതെയായിരുന്നു ഇറങ്ങി വന്നത്. അങ്ങനെ ഏട്ടൻ കാറപ്പോൾ തന്നെ തിരിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതിൽ മൊത്തം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഏട്ടൻ്റെ തിരിച്ച് ജോലി കയറാനുള്ള ID കാർഡ്, പിന്നെ ഏട്ടൻ്റെ മൊത്തം ID പ്രൂഫ് മൊത്തം അതിലായിരുന്നു ഉണ്ടായിരുന്നത്. പോകുന്ന സമയത്താണെങ്കിൽ നല്ലൊരു പൈസ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്താണെങ്കിൽ ഏട്ടൻ ഫുൾ സംസ്കൃത ശ്ലോകം തന്നെ. ഞാനാണെങ്കിൽ ഫുൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഏട്ടൻ പറയുന്നതൊന്നും ഞാൻ കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം തന്നെ അമ്മേനെ വിളിച്ചിട്ട് കുടുംബക്ഷേത്രത്തിൽ വിളിച്ചെണ്ണ നേർച്ച പറഞ്ഞു. അതുപോലെ പള്ളിയിലെല്ലാം നേർച്ച പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഏട്ടൻ ഫുൾ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും പോകുന്നതിനനുസരിച്ചിട്ട്. അങ്ങനെ എൻ്റെ മനസ്സിലാണെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങളവിടെ കയറിയപ്പോൾ അവിടെ ഒരു ചേച്ചിയും ഒരു ഹസ്ബൻഡും ആയിരുന്നു ഉണ്ടായിരുന്നത്, ചേച്ചിയും ഹസ്ബൻഡും. അപ്പോൾ അങ്ങനെ ആ ചേച്ചിയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയും ചെയ്തു. എന്താ വെച്ചാൽ ചെറിയൻ്റെ മുടി കണ്ടിട്ട് പെൺകുട്ടിയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചീൻ്റെ മോൾക്കും ഇതേപോലൊരു മോളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് നല്ലൊരു ചേച്ചിയായിരുന്നു. അപ്പോൾ ആ ചേച്ചീൻ്റെ മുഖം തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്തായാലും ആ ചേച്ചി എടുത്തു വെച്ചിട്ടുണ്ടാവും, തിരിച്ചു തരും എന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ ടെൻഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ തൊട്ട് പിന്നാലെ വേറൊരു ജീപ്പിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അവർ കൊണ്ടുപോയിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ ഷോപ്പ് അടിച്ചാണോ, ഇങ്ങനെ കുറേ ടെൻഷനായിരുന്നു മൊത്തം. ഞാൻ ഫുൾ പ്രാർത്ഥിച്ച് ആ ഷോപ്പിൻ്റെ അടുത്ത് എത്തി. ഏട്ടൻ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു ബാഗ് എടുത്തുകൊണ്ട് വന്നു. ഫുൾ കോൺഫിഡൻസ് ആയിട്ട് ഇനി ഇല്ല എങ്കിൽ അവിടെ തന്നെ നിന്നോ എന്നുള്ള ഭാവത്തിൽ ഞാനങ്ങനെ ഓടിച്ചെന്ന് ആ ചേച്ചിയുടെ കൈ പിടിച്ച് ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ ബാഗ് ഇവിടെ വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചേച്ചി എന്നെ വിഷമിക്കണ്ട ഇവിടെ ഉണ്ട്, ഞാൻ എടുത്തു വെച്ചു, അതിന് നിങ്ങളതാണോ അല്ലെങ്കിൽ തൊട്ട് പിന്നാലെ വന്ന ജീപ്പിലുള്ള അവരുടേതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങളതാണല്ലേ, ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ കൂളാക്കൊക്കെ ചെയ്ത് എനിക്ക് അപ്പോഴാണ് ജീവൻ തിരിച്ച് കിട്ടിയത് കേട്ടോ. അങ്ങനെ ബാഗ് തിരിച്ചു തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അവിടെ വേറെ ഫോറിനേഴ്സൊക്കെ വരാറുണ്ട്, വരുന്ന സമയത്ത് ഇങ്ങനെ ബാഗ് വെച്ച് മറന്നു പോകുന്നതാണ്, അപ്പോൾ തിരിച്ചു കൊടുക്കും, ചേച്ചി ആരതും ഇങ്ങനെ എടുത്തൊന്നും വെക്കാറില്ല, ആരതായാലും തിരിച്ച് സാധനങ്ങൾ കൊടുക്കും, എത്ര ദിവസമാണെങ്കിലും ഇവിടെ തന്നെ വെച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നല്ലൊരു ചേച്ചിയായിരുന്നു. അങ്ങനെ സംസാരിച്ച് എൻ്റെ ദൈവമേ എൻ്റെ ജീവൻ അപ്പോഴാണ് തിരിച്ച് കിട്ടിയത് കേട്ടോ. അങ്ങനെ അത്ര നേരം സന്തോഷം മൊത്തം വെള്ളത്തിലായി. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയില്ല, നേരെ റൂമിലേക്ക് പോയി. ഫുൾ മൂഡ് ഓഫ് ആയിരുന്നു, മൊത്തം മൂഡും പോയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ എടുത്തില്ല. ബാഗ് കിട്ടിയതിന് ശേഷം ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറിയപ്പോൾ ഏട്ടൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ അങ്ങനെ നേരെ തിരിച്ച് റിസോർട്ടിലേക്ക് എത്തി. അവിടെ നിന്ന് റൂമിൽ ചെന്നിട്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ച് കിടന്ന് പിറ്റേ ദിവസം പുലർച്ചെ 2:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ രാവിലെ ഇവിടുന്ന് പോകുന്ന വഴിക്കാണെങ്കിൽ വലിയ രീതിയിലുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. ഞാനും മക്കൾ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതുവരെയായിട്ട് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.